ശ്രീമാത്രേ നമ. മനസ്സിനെ ശാന്തിയിലേക്കും ആത്മാവിനെ പ്രകാശത്തിലേക്കും നയിക്കുന്ന ഒരു യാത്രയിലേക്ക് സ്വാഗതം. ഓരോ വാക്കും ഓരോ ശ്വാസവും നമ്മെ എല്ലാവരെയും ദേവിയിലേക്ക് നയിക്കട്ടെ. സ്തോത്രങ്ങൾ നിഗൂഢമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അത് നിങ്ങളുടെ അനുഭവ തലത്തിൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ സാധിക്കൂ. നമ്മിൽ പലരും ആത്മാർത്ഥമായി പല സ്തോത്രങ്ങളും നിത്യേന ചൊല്ലുന്നവരായിരിക്കാം. ഇവയൊന്നും തന്നെ സാധാരണമായ രചനകൾ അഥവാ കോമ്പോസിഷൻസ് അല്ല. നമ്മുടെ ഋഷീശ്വരന്മാർ അവർക്ക് നേരിട്ടുണ്ടായ ദൈവീകമായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രചിച്ച അങ്ങേയറ്റം ശക്തിയേറിയ മന്ത്രങ്ങളാണിവ. നിരന്തരമായി ഈ സ്തോത്രങ്ങൾ ചൊല്ലുന്നുവെങ്കിലും അത്ഭുതകരമായ ഒന്നും സംഭവിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും, ഞാൻ ശരിയായാണോ ചെയ്യുന്നത്? എന്താണ് എനിക്ക് ഫലങ്ങളൊന്നും കാണാൻ സാധിക്കാത്തത്? നമ്മൾ അറിയേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. ഈ സ്തോത്രങ്ങൾ ഒന്നും തന്നെ വിനോദത്തിനുള്ളതല്ല. അവ സാധകനിൽ രൂപാന്തരം അഥവാ ട്രാൻസ്ഫോർമേഷൻ സംഭവിപ്പിക്കുന്നതാണ്. ശരിയായ ട്രാൻസ്ഫോർമേഷനിൽ സംഭവിക്കാൻ സമയമെടുക്കും. ഈ സ്തോത്രങ്ങൾ ആദ്യം സാധകനെ ടെസ്റ്റ് ചെയ്യുന്നു. പല തലങ്ങളിലായി നടക്കുന്ന ഇത് ആദ്യം നമ്മളിൽ ആന്തരികമായ പരിവർത്തനം നടത്തുന്നു. ഇതൊന്നും തന്നെ വിസിബിളായ ചേഞ്ചസ് അല്ല. സ്തോത്രപാരായണത്തിലുള്ള നമ്മുടെ സ്ഥിരത, സമർപ്പണ മനോഭാവം ഇവയെല്ലാം ടെസ്റ്റുകളാണ്. അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം അത് സംഭവിക്കും. നിങ്ങളുടെ ജീവിതം അടിമുടി മാറുന്നതായി കാണാം. ഇതാണ് ദൈവീകമായ സ്തോത്രങ്ങളുടെ സ്വഭാവം. ഒരു ആത്മവിശകലനം നടത്താം. നിങ്ങൾ ചൊല്ലുന്ന ചില സ്തോത്രങ്ങൾ നോക്കൂ. കോടാനുകോടി ജനങ്ങളുള്ള ഈ ഭൂമിയിൽ എന്തുകൊണ്ടാണ് ചില സ്തോത്രങ്ങൾ, പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? ഇത് യാദൃശ്ചികമല്ല. ഈ സ്തോത്രങ്ങളാണ് നിങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നത്. അപ്പോൾ നമുക്ക് അത് ചൊല്ലാനുള്ള പ്രേരണയുണ്ടാകുന്നു. മാർക്കണ്ഡേയ മഹർഷിക്ക് 16 വയസ്സുവരെ മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ആത്മസമർപ്പണത്തോടെ, തെല്ലും സംശയമില്ലാതെ, ഭയമില്ലാതെ, ഉറച്ച വിശ്വാസത്തോടെ സ്തോത്രപാരായണം നടത്തി ഭഗവാനെ ഉപാസിച്ചു. ഇന്ന് നമ്മൾ അദ്ദേഹത്തെ ചിരഞ്ജീവിയായി ഓർമ്മിക്കുന്നു. ഒന്നുറപ്പിച്ചോളൂ, നിങ്ങൾ ആത്മാർത്ഥമായി സാധന തുടർന്നാൽ ദേവി അക്ഷീണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ട്